നമസ്കാരം ഗൈസ്, ദേവുവിൻ്റെ മാഡ് വൈബ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വാരിക്കൊരു സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് ഇരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര ചൂടാണ്, എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക, ബോഡി തണുപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും എടുക്കുക. ഓക്കെ, അപ്പം സൗണ്ട് പറഞ്ഞു പോയല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻസിലൂടെ കുറച്ചിങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. ഞാൻ മറന്നിട്ടില്ല, നമ്മുടെ ഒരു മിനിറ്റ് ഇട്ടാ അമ്മേ സൗണ്ട് ഒന്ന് ഉറക്കിയോ. അപ്പോൾ നമ്മുടെ താറാവ് കുഞ്ഞിൻ്റെ പേരിടുന്ന വീഡിയോ ഞാൻ മറന്നിട്ടില്ല. എന്തായാലും അടുത്തന്നെ ഞാൻ പൊട്ടിക്കാം. കുറച്ച് തിരക്കായതുകൊണ്ടാണ്. പിന്നെ വേറൊരു അഭിപ്രായ വീഡിയോ ഞാൻ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കമൻസിലൂടെ കുറച്ച് പോവാം. ഇതിലെല്ലാം മിക്സഡ് കമൻസും ഉണ്ട് കേട്ടോ. നമ്മുടെ ഗബ്രി ജാസ്മിൻ്റെ കേസിൽ ഗബ്രി സീക്രട്ട് റൂമിലുണ്ടെന്ന് തോന്നലിൽ ചെയ്യുന്ന ഡ്രാമ അവൻ കാണാൻ വേണ്ടി എപ്പിസോഡിൽ കണ്ടതാണ് അവളുടെ ഹാപ്പിനെസ്. ലൈക്ക് പുള്ളി ഇത് യെസ്, ഈ പറഞ്ഞ മാതിരി ഗബ്രി ഔട്ടായി. ഗബ്രി പുറത്ത് അറഞ്ചം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ജിൻഡോൻ്റെ ഒരു ജിം ഇന്നലെ വന്നിറങ്ങിയ ഉടനെ ആൾ ഇനാഗ്രേറ്റ് ചെയ്തു. അപ്പം ലൈക്ക് ഗബ്രി നീ തിരിച്ചു വരും. പിന്നെ 50-55 ദിവസം കഴിഞ്ഞ് പ്രേക്ഷകരെ വിറ്റ് ഇത് പുറത്താക്കിയ ആൾ പിന്നെ രണ്ടാമത് കയറി വരാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഫിനാലേക്ക് എന്തായാലും വരും. ക്ലോസ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട്. കാരണം സീക്രട്ട് റൂമിലാണെങ്കിൽ അവൻ കണ്ടോട്ടെ, ഇനിയിപ്പോൾ പുറത്താണെങ്കിൽ അവൻ കണ്ടോട്ടെ ഹൗ മച്ച് ജാസ്മിൻ ഇയാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ എക്സാക്ട്ലി ഗബ്രിക്ക് ഇതൊന്നും നോക്കാൻ നേരില്ല. ഗബ്രി ഇൻ്റർവ്യൂ അതും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്. പിന്നെ വേറൊരു പുള്ളി ചോദിച്ചിരിക്കുന്നതാണ്, ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, കഴിഞ്ഞ തവണ ബിബിയിൽ പോയ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ചോദിക്കുകയാണ്. ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ള മച്ചാണ്. ലേട്ടൻ അവതരിപ്പിക്കുന്ന ശനി ഞായർ ദിവസങ്ങളിലെ എപ്പിസോഡുകൾ ഒരു ദിവസമല്ലേ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഒരു ദിവസമാണ് ചെയ്യുന്നത്. സാറ്റർഡേ മോർണിംഗ് വന്നിട്ട് ഒരു എപ്പിസോഡ്, സാറ്റർഡേ ഈവനിങ് വന്നിട്ട് ഒരു എപ്പിസോഡ്. പക്ഷെ നിങ്ങൾക്കത് ടെലികാസ്റ്റ് ആവുന്നത് സൺഡേ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസമെങ്കിലും ശനിയാഴ്ച പ്രേക്ഷകർ കണ്ട എപ്പിസോഡിൽ ഗബ്രി പുറത്തു പോകുന്നു. അതായത് സാറ്റർഡേ വിറ്റാവുന്നു. അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയ പൊറോട്ട നാടകം നാം എല്ലാം കണ്ടു. ഞായറാഴ്ച ദിവസം എപ്പിസോഡ് ഷൂട്ടിംഗ് മണിക്കൂർ വ്യത്യാസത്തിലാണ് ചെയ്യുന്നത് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഞായറാഴ്ച എപ്പിസോഡിൽ അവൾ മൊത്തത്തിൽ മാറി പുതിയ വ്യക്തിയായി. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിന് അവൾ തന്നെ പറഞ്ഞു ഗബ്രി പുറത്തു പോയത് അവളുടെ മിടുക്കെന്ന്. അതെ ബ്രോ, അതൊരു കണക്കിന്, അതായത് സാറ്റർഡേ ആണ് ഈ 2 എപ്പിസോഡ് നടക്കുന്നത്. നിങ്ങളുടെ ഡൗട്ട് എക്സാക്ട്ലി ജെനുവിൻ ആണ്. അതായത് സാറ്റർഡേ ഉച്ചയ്ക്ക് ബിഫോർ ലഞ്ച് ഗബ്രി ഔട്ടാവുന്നു. മറ്റേ നമ്മുടെ ലഞ്ചിന് ശേഷമാണ് എപ്പിസോഡ് അടുത്ത് വരുന്നത്. ഈ എപ്പിസോഡ് നമ്മൾ സൺഡേ ആണ് കാണുന്നത്. അപ്പോൾ അത്രയും ഡൗൺ ആയിട്ട് ഇടിച്ചു പൊളിച്ച് കരഞ്ഞ ജാസ്മിൻ ഫുഡൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതൊക്കെ കഴിഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആള് സെറ്റായി. അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലവരുടെ കഴിവാണ്. നെഞ്ചത്തടിച്ച് കരഞ്ഞതിന് ശേഷം അപ്പം തന്നെ പെട്ടെന്ന് നോക്കിയിട്ട് ചിരിക്കാനും ഒക്കെ ഒരു കഴിവുള്ള കാര്യം തന്നെയാണ്. അത് ഭയങ്കര പോയിന്റഡ് ആണ്. നിങ്ങൾ പറഞ്ഞ കാര്യം അങ്ങനെയാണ്. ജാസ്മിൻ്റെ വീഡിയോസിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ നല്ലൊരു നടിയും കൂടിയാണെന്നുള്ളത്. വേണമെങ്കിൽ ഇതിനെ പ്രേക്ഷകരെ കോമാളിയാക്കാം എന്നുള്ള രീതിയിൽ പറയാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരാളുടെ മെൻ്റൽ കപ്പാസിറ്റി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് ദേവു നിങ്ങൾ കഴിഞ്ഞ സീസണിൽ വലിയ ഇഷ്ടമായിരുന്നു, താങ്ക് യു. ഇപ്പോൾ റിവ്യൂസ് ജാസ്മിനെതിരെ മാത്രമാണോ? അതെ ബ്രോ, ഒന്നാമത് ജാസ്മിനും ഗബ്രിയൊക്കെയാണ് അവിടെ കണ്ടന്റ് തരുന്നത്. എല്ലാവരെയും പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്, ജിൻഡോനെയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ കണ്ടന്റ് തരുന്നത് ജാസ്മിനാണ്. പിന്നെ വലിയ കമൻസ് ആണ് കേട്ടോ. ദേവു വിത്ത് യുവർ റെസ്പെക്ട്, നമ്മൾ ആർക്കും ആരെയും ജഡ്ജ് ചെയ്യാൻ അധികാരമില്ല. അത് തികച്ചും നമ്മളെ കാണിച്ചിട്ടുണ്ടാവില്ല. ബിഗ് ബോസ് സീസൺ 5 ചില കാര്യങ്ങൾ നമുക്ക് തോന്നിയിട്ട് കുറച്ച് ഓവറല്ലേ എന്ന്. ബിക്കോസ് നമ്മൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ അതിനുള്ളിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ആൾക്കാർ. ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടാൻ ബി എഡിറ്റ് ചെയ്തിട്ടും പുറത്ത് വന്നിട്ട് അനുഭവിക്കേണ്ടി വരിക എന്നറിയില്ലല്ലോ. അവളുടെ ശാപം അറിയാതെ പോലും നമുക്ക് ഏൽക്കാതിരിക്കട്ടെ. അത് ആ കുട്ടിയുടെ ഗെയിം ആണെങ്കിൽ കുട്ടി കളിക്കട്ടെ. ഓഫ് കോഴ്സ് ബ്രോ, ഓഫ് കോഴ്സ് ആ കുട്ടിയുടെ ഗെയിം അതാണെങ്കിൽ കുട്ടി കളിച്ചോട്ടെ. നമ്മൾ ജാസ്മിൻ്റെ ഗെയിമിനെയാണ് സംസാരിക്കുന്നത്. ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ജഡ്ജ് ഓൾസോ. ആൻഡ് ബി എഡിറ്റ് ഉണ്ട്, ഓഫ് കോഴ്സ് എഡിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലൈവിൽ പോലും എഡിറ്റ് ഉണ്ട്. അപ്പോൾ ജാസ്മിൻ അവിടെ അതിൻ്റെ ഉള്ളിൽ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എന്ത് കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ജാസ്മിൻ്റെ പാരൻസിനെ പറ്റിയിട്ടോ
പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ പാരൻസിൻ്റെ വളർത്തു അങ്ങനെ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഗബ്രി ആയിട്ടുള്ള കെയർ ഓഫിലാണെങ്കിൽ പോലും അത് ലൈക്ക് യുനോ അത് അവരുടെ ഇഷ്ടം, ഇറ്റ്സ് അപ് ടു ദം എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. അതല്ലാതെ തികച്ചും ഒരാളെ ക്ലോസൻ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാനോ കൊള്ളില്ലാന്നോ നല്ലതാണോന്നോ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാനായിട്ട് അതിനകത്ത് തീരെ താല്പര്യവുമില്ല. ആൻഡ് ഐ റെസ്പെക്ട് യുവർ കമൻറ്റ്. ഇനി ഇതുപോലെ ഓരോ കമൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ കീപ് കമൻറ്റിങ്, എല്ലാ കമൻറ്റും എടുക്കപ്പെടുന്നതാണ്. ഇങ്ങോട്ട് എങ്ങനെയാണോ കമൻറ്റ് അതുപോലെ ആയിരിക്കും അങ്ങോട്ടുള്ള റിപ്ലൈ. ഗുഡ് ബൈ.